ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, പരിശുദ്ധ റമദാൻ മാസത്തിൽ അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ച് നമ്മൾ നിർവഹിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും പടച്ച തമ്പുരാൻ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇസ്ലാമിക ജീവിതത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇസ്ലാമിക പ്രവർത്തകരായ ആളുകൾ ചിന്തിക്കുമ്പോൾ, അള്ളാഹുവിനുള്ള അനുസരണത്തിൽ ജീവിതത്തെ അരക്കിട്ടുറപ്പിച്ച് നിലനിർത്തലാണ് ഇസ്ലാമിക ജീവിതത്തിൻ്റെ കാമ്പും കാതലും എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനുള്ള അനുസരണത്തിൽ ജീവിതത്തെ അരക്കിട്ടുറപ്പിച്ച് നിലനിർത്തുക. അങ്ങനെ അള്ളാഹുവിനുള്ള അനുസരണത്തിലാണ് നമ്മളുള്ളതെങ്കിൽ ഏത് മേഖലയിലെ പ്രവർത്തനവും ഇസ്ലാമികമായി പറഞ്ഞാൽ നമ്മുടെ നാടൻ ഭാഷയിൽ ആത്മീയ കർമ്മം തന്നെയാണ്. ആത്മീയതയെ സംബന്ധിച്ചുള്ള ഇങ്ങനെ ഒരു പരന്ന കാഴ്ചപ്പാട്, അത് ആ പറഞ്ഞ കാര്യം വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ ഹുജറാത്ത് കാലത്തിൽ അറാബു ആമന്ന എന്ന് തുടങ്ങുന്ന ആയത്ത് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ, വഇൻ തുതിഉല്ലാഹ വറസൂലഹു ലാ യലിത്കും മിൻ അഅമാലികും ഷൈഅ, നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്ന പക്ഷം നിങ്ങളുടെ ഒരു കർമ്മത്തിൽ നിന്നും ഒന്നും തന്നെ നാം നഷ്ടപ്പെടുത്തി കളയുകയില്ല എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അപ്പൊ ജീവിതത്തോളം വിശാലമാണ് പുണ്യങ്ങളുടെ മേഖല. ആ മേഖലയിലെല്ലാം അള്ളാഹുവിനുള്ള അനുസരണത്തിലാണ് നമ്മളുള്ളതെങ്കിൽ നമ്മളുടെ കർമ്മങ്ങൾക്കൊക്കെ പവിത്രതയും പ്രാധാന്യവും ഇൻഷാ അല്ലാഹ് നാളെ പ്രതിഫലവും കിട്ടും. ഇതൊരു പുതിയ വിവരം ഞാൻ പറഞ്ഞതല്ല. ഇസ്ലാമിക പ്രവർത്തകർ പൊതുവെ സമാശ്വസിക്കുന്ന, മനസ്സിലാക്കിയിട്ടുള്ള ഒരു പൊതു കാര്യം പറഞ്ഞതാണ്. ഇങ്ങനെ ആത്മീയമായ ജീവിതത്തിന്റെ ഈ വിശാലതയെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ നമ്മളും പടച്ചവനും തമ്മിലുള്ള ഒരു സ്വകാര്യ ബന്ധം, അതിൻ്റെ സ്നേഹബന്ധത്തിൻ്റെ പശിമയോടും പ്രാധാന്യത്തോടും കൂടി ഉണ്ടാകേണ്ടത്, അല്ലെങ്കിൽ ഉണ്ടാക്കി നിലനിർത്തേണ്ടതും ആവശ്യമാണ്. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന് നിയ്യത്ത് നന്നായാൽ പുണ്യമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിതത്തെ വിശാലമായി കാണുന്നതോടൊപ്പം തന്നെ കർമ്മങ്ങളുടെ മേഖലയെ അതിൻ്റെ എല്ലാ പ്രാധാന്യത്തോടെയും ഉൾക്കൊള്ളുന്നതോടൊപ്പം തന്നെ അതിനപ്പുറം ചില കാര്യങ്ങൾ, നമ്മുടെ ചില സ്വകാര്യതകൾ പടച്ചവനും നമ്മളും തമ്മിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ പൊതുവെ ഇസ്ലാമിൽ അങ്ങനെയുണ്ട്. ഈ ഒരു വശത്തിന്റെ കാര്യത്തിൽ, ഈ ഒരു വിഷയത്തിൽ കുറച്ച് അശ്രദ്ധയോ അല്ലെങ്കിൽ അലംഭാവമോ ഉള്ളവരാണ് നമ്മെപ്പോലെയുള്ള ആളുകൾ എന്നും പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ ഇപ്പോൾ സൂറത്തുൽ അഹ്സാബിൽ ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, സാമാന്യം സുദീർഘമായ ആയത്താണ്. ആ ആയത്ത് അല്പം മുന്നോട്ട് പോകുമ്പോൾ വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത് എന്ന് പറയുന്നുണ്ട്. അള്ളാഹുവിനെ ധാരാളമായിട്ട് സ്മരിക്കുന്നവർ. അപ്പോൾ ദിക്ർ ചൊല്ലുക, അത് സാങ്കേതികമായിട്ട് അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് എന്ന് പറയുന്ന ആ രീതിയിലുള്ള ചിന്തയും മനനവും പഠനവും ഗവേഷണവും കലർന്ന ഒരു ഫിക്ർ അതിജയിച്ച് നിൽക്കുന്ന ദിക്ർ ആകണം എന്ന് നമ്മൾ ക്ഷണിക്കരുത്. അത് നാവ് കൊണ്ടുള്ള ദിക്ർ തന്നെയാണ്. അദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്. അപ്പോൾ അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന സ്ത്രീകൾ, പുരുഷന്മാർ, അസ്സായിമീന വസ്സായിമാത്ത് എന്നതും ആയത്ത് തന്നെ ഉണ്ട്. അപ്പോൾ നോമ്പ് പിടിക്കുന്നവരായ സ്ത്രീ പുരുഷന്മാർ. അപ്പോൾ ഇസ്ലാം മുസ്ലിങ്ങളായ ആണും പെണ്ണും, മുഅ്മിനുകളായ ആണും പെണ്ണും, ഇങ്ങനെ കുറേ വിശേഷങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ യഥാർത്ഥത്തിൽ ആ വിശേഷണങ്ങളിൽ പെട്ട ഒരു വശത്തെ, ഒരു ഗുണത്തെ പ്രത്യേകം അള്ളാഹു എടുത്തു പറഞ്ഞത് ഈ സ്വഭാവത്തിലാണ്, ദിക്റുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ മനുഷ്യർ കാണുന്നതും ആളുകൾ പൊതുവെ അറിയുന്നതുമായ കർമ്മങ്ങൾക്ക് പുറമെ എല്ലാവരും കാണേണ്ടതും അറിയേണ്ടതും ഇല്ലാത്ത കുറച്ച് സ്വകാര്യതകൾ, ദിക്റിന്റെയും ദുആകളുടെയും സലാത്തിന്റെയും സ്വകാര്യതകൾ ഓരോ ഇസ്ലാമിക പ്രസ്ഥാന പ്രവർത്തകന്റെയും ഓരോ മുഅ്മിനിന്റെയും ജീവിതത്തിൽ അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ടതുണ്ട് എന്നാണ്
നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഏറ്റവും നന്നായി കരുപ്പിടിപ്പിച്ചെടുക്കാൻ പറ്റിയ സമയമാണ്. റമളാനിന്റെ ഇപ്പോഴത്തെ ഈ പകുതി കഴിഞ്ഞ് അവസാനത്തെ പത്തിലേക്ക് പ്രവേശിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമുള്ള ഈ സമയം. ഇപ്പോൾ ഖുർആൻ പാരായണം ആ വിഷയത്തിൽപ്പെട്ട ഒന്നാണ്. ഖുർആൻ പാരായണത്തെ പറ്റി പറയുമ്പോഴും നമ്മൾ പഠനത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് പലപ്പോഴും പാരായണത്തെ അവഗണിക്കുന്നോ എന്ന് തന്നെ തോന്നിപ്പോകും. ഖുർആൻ പഠനത്തിന് പ്രാധാന്യമുണ്ട്, ഖുർആൻ അർത്ഥമറിയാതെ ഓതാനുള്ള കിതാബല്ല എന്നതൊക്കെ ഉള്ളതോടൊപ്പം തന്നെ അർത്ഥം പഠിക്കാനുള്ള പ്രേരണയിൽ ഊന്നലിന്റെ ഊക്കുകൊണ്ട് വെറുതെ ഓതിയിട്ടൊരു കാര്യമില്ല എന്ന് തോന്നുന്ന ഒരു മാനസികാവസ്ഥ പോലും പലപ്പോഴും സൃഷ്ടിക്കപ്പെടാം. യഥാർത്ഥത്തിൽ ഇത് രണ്ടും ഒന്നിന് ബദലല്ല. അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫലുഹ എന്ന് അല്ലാഹ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഖുർആനിൽ ചിന്തിക്കുന്നില്ലേ? നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് പൂട്ടുവീണോ? അപ്പൊ ഖുർആനിൽ ചിന്തിക്കണം, ഖുർആൻ പഠനം വേണം. ഒരു സാധാരണക്കാരൻ, നേരത്തെ അറബി ഭാഷയൊന്നും പഠിച്ചിട്ടില്ലാത്ത ഒരു സാധാരണക്കാരൻ ഖുർആൻ ഇങ്ങനെ പഠിക്കാൻ ശ്രമിച്ചാൽ ഇപ്പൊ റമളാൻ മാസത്തിൽ എനിക്ക് തോന്നുന്നത് സൂറത്തുൽ ബഖറ തീരൂല, അതിനു മുമ്പ് റമളാൻ തീർന്നു പോകും. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? സമയം ധാരാളം അനുവദിക്കുന്ന ആളുകൾ പഠനത്തിന് ഒരു ടൈം ടേബിളും പാരായണത്തിന് വേറൊരു ക്രമവും കാണണം. പഠനം പാരായണത്തിന് പകരമല്ല. ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കണം. ഖുർആൻ പാരായണം ചെയ്യുക, അർത്ഥം അറിയില്ലെങ്കിൽ അർത്ഥം അറിയണ്ട, പിന്നെ പഠിച്ചാൽ മതി. അർത്ഥം അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ശരി, കേവല പാരായണം പുണ്യമായ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഈ കേവല പാരായണം അള്ളാഹുമായുള്ള നേരത്തെ പറഞ്ഞ പശിമയാർന്ന ഒരു ആത്മീയ വൈകാരിക ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നതിന് ഉപകാരപ്പെടുന്ന പ്രധാനപ്പെട്ട ഒന്നാണ്. ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ജിബ്രീൽ ഓരോ റമളാനിലും അതുവരെ അവതരിച്ച ഖുർആൻ മുഴുക്കെ അതിന്റെ ക്രമത്തിൽ പാരായണം ജിബ്രീലിന്റെ നേതൃത്വത്തിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്തിരുന്നുവെന്ന്. അവിടുന്ന് ഇഹലോകത്തോട് വിട പറഞ്ഞ അവസാനത്തെ റമളാനിൽ ഇങ്ങനെ 2 പ്രാവശ്യം ഖുർആൻ ജിബ്രീലിന്റെ നേതൃത്വത്തിൽ പ്രവാചകൻ പാരായണം ചെയ്തു എന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. ഇത് വെച്ചുകൊണ്ട് പ്രാമാണികരായ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു, ഖുർആൻ പാരായണം ചെയ്യുക എന്നത് മുസ്ലിം സമൂഹത്തിന് ശറഅാക്കപ്പെട്ടിരിക്കുന്നു എന്ന്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ ഈ സന്ദർഭം അനുവദനീയമല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പൊ ഖുർആൻ കേവല പാരായണം തന്നെ പുണ്യമുള്ള കാര്യമാണ്. പഠനം അതിന് പകരമായി നമ്മൾ കാണേണ്ടതില്ല. പഠനത്തിന്റെ പ്രക്രിയയും പരിപാടികളും മുന്നോട്ട് പോകുന്നതോടൊപ്പം തന്നെ സൂറത്ത് ഫാത്തിഹ മുതൽ സൂറത്ത് നാസ് വരെ ഓരോരുത്തരും ശ്രദ്ധാപൂർവം പാരായണം ചെയ്യുന്നതിൽ തന്നെ ഒരു ഖൈറും ബർക്കത്തും പുണ്യവുമുണ്ട്. ആ വശം നമ്മൾ അവഗണിക്കാൻ പാടില്ലാത്ത ഒന്നാണ്. അതിൽപ്പെട്ട തന്നെയാണ് നേരത്തെ പറഞ്ഞ ദിക്റുകളുടെയും ദുആകളുടെയും ഒക്കെ വിഷയം. ദിക്റുകളും ദുആകളും ഇഷ്ടം പോലെ സുന്നത്തിൽ സ്ഥിരപ്പെട്ടു വന്നത് തന്നെയുണ്ട്. ഈ സുന്നത്തിൽ സ്ഥിരപ്പെട്ടു വന്ന പ്രാർത്ഥനകൾ ജീവിതത്തിൽ ശീലമാക്കുന്നതിലൂടെ നേരത്തെ പറഞ്ഞ പരസ്യമായി ഇപ്പം നമ്മൾ പള്ളിയിൽ നിസ്കരിക്കുന്നു ജമാഅത്തായിട്ട്, നോമ്പ് പിടിക്കുമ്പോൾ ഏകദേശം നോമ്പ് പ്രകടമല്ലെങ്കിലും റമളാൻ മാസത്തിലെ ഒരു കർമ്മം എന്ന നിലയ്ക്ക് നമ്മൾ നോമ്പുകാരാണ് എന്നത് പ്രകടമാണ്. പിന്നെ മറ്റ് ദാനധർമ്മങ്ങളോ സുന്നത്തുകളോ നമ്മൾ നിർവഹിക്കുന്നതും ഏറെക്കുറെ സമൂഹ മധ്യത്തിലാണ്. അപ്പൊ ജീവിതത്തിന്റെ സ്വകാര്യതകളിൽ എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് നമ്മൾ അത്താഴത്തിന് വേണ്ടിയിട്ട് എഴുന്നേൽക്കുന്നു. അപ്പോൾ വിത്ര് നേരത്തെ നമസ്കരിച്ചിട്ടില്ലാത്ത ഉണരുന്ന ആളുകൾ വിത്ര് നേരത്തെ നമസ്കരിക്കുന്നത് ഒഴിവാക്കി വിത്ര് കൊണ്ട് അവസാനിപ്പിക്കലാണ് രാത്രിയിൽ ഏറ്റവും ഉത്തമം എന്ന നിലക്ക് വിത്ര് ഒഴിവാക്കി അത്താഴത്തിന്റെ സമയം നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇത് സാധാരണ നമ്മൾ പറയുന്ന കാര്യം ഞാൻ ഒന്നുകൂടി ഉണർത്തുന്നു എന്നേ ഉള്ളൂ. അങ്ങനെ അപ്പോൾ ആ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ സമയം നമുക്ക് കിട്ടും. ഇപ്പം മുമ്പത്തെ മാതിരിയല്ല. നമ്മൾ ഈ റമളാനിലേക്കൊക്കെ കടന്ന് നോമ്പ് പിടിച്ച് അള്ളാഹുവും നമ്മളും തമ്മിൽ കുറെ കൂടി അടുപ്പമുണ്ട്. ഈ അടുപ്പം ഉപയോഗപ്പെടുത്തി കുറെ കൂടി കൂടുതൽ അടുക്കുന്നതിനും നമ്മുടെ ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങുന്നതിനും റമളാനിനെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുക അള്ളാഹുവിനോട്. മനുഷ്യനും അള്ളയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മനുഷ്യന് ചോദിക്കുമ്പോൾ ദേഷ്യം വരും. നമ്മളിപ്പോൾ ഒരു 100 രൂപ ഒരാൾ ചോദിച്ചു, നമ്മളപ്പോൾ 150 കൊടുത്തു. 150 കൊടുത്തപ്പോൾ അയാൾക്ക് തോന്നി ഇതൊരു പുതിലുള്ള ഇനിയും കിട്ടും ചോദിച്ചാൽ, അപ്പോൾ ഒരു 100 കൂടിയും ചോദിച്ചു. അപ്പോൾ ആ 150 കൊടുക്കണ്ടെന്നല്ല, കൊടുത്തതിനെ ചിലപ്പോൾ തിരിച്ചു മേടിച്ചിട്ട് പോയിക്കോളാൻ പറയും. അള്ളാഹു സുബ്ഹാനഹു. അപ്പോൾ മനുഷ്യന്റെ ഒരു സ്വഭാവം അതാണ്. സംശയം ചോദിച്ചാൽ അങ്ങനെ തന്നെ, ഒന്നിലധികം പ്രാവശ്യം ചോദിച്ചാൽ നമുക്ക് ദേഷ്യം വരും. അള്ളാഹിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ചോദിക്കാതിരുന്നാലാണ് അള്ളാഹ്ക്ക് ദേഷ്യം എന്നതാണ്. ചോദിക്കാതിരുന്നാലാണ് അള്ളാഹ്ക്ക് ദേഷ്യം. കുൽ മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും ഫഖദ് കദ്ദബ്തും ഫസൗഫ യകൂനു ലിസാമ. നിങ്ങളുടെ നാഥൻ നിങ്ങളെ വിലവെക്കുമായിരുന്നില്ല നിങ്ങളുടെ ഈ ദുആ ഇല്ലായിരുന്നുവെങ്കിൽ. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തണം. അപ്പോൾ നിസ്കാരശേഷം നമ്മളുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇന്ന് പറഞ്ഞത് തന്നെ നാളെ പറയണം. കാര്യങ്ങൾ പരത്തി പറയണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓരോ പ്രശ്നവും അള്ളാഹിനോട് പറയണം. മൊത്തത്തിൽ ഇങ്ങനെ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന എന്ന് പറഞ്ഞാൽ പോരാ.
ഓരോരുത്തരും വൈയക്തികമായി രോഗത്തിന്റെ പ്രശ്നം, മകളുടെ വിവാഹത്തിന്റെ പ്രശ്നം, ഉമ്മയുടെ അസുഖത്തിന്റെ പ്രശ്നം, അനുജന്റെ ജോലിയുടെ പ്രശ്നം, 100,000 പ്രശ്നങ്ങളുടെ നടുവിലാണ് ഓരോരുത്തരും. ഈ പ്രശ്നങ്ങളൊക്കെ പറയാൻ പറ്റിയ ഏക ശക്തി അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് വിസ്തരിച്ച് പറയാം. മലയാളത്തിൽ പറഞ്ഞാൽ മതി, അറബിയിലൊന്നും പറയേണ്ട കാര്യമില്ല. അള്ളാഹ്ക്ക് ഭാഷയൊന്നും പ്രശ്നമല്ല, വിസ്തരിച്ച് പറയാം. ഇന്ന് പറഞ്ഞതൊക്കെ നാളെയും പറയാം, അസറിന് പറഞ്ഞതൊക്കെ മഗ്‌രിബിനും പറയാം. ഇങ്ങനെ വിസ്തരിച്ച് പറയാൻ സമയം കിട്ടുന്നില്ലെങ്കിൽ മിനിമം അത്താഴത്തിന്റെ ആ സമയത്ത് വിത്ർ മാത്രം അവിടേക്ക് മാറ്റിവെച്ച്, ധാരാളം നിസ്കരിക്കാൻ സമയമില്ലാത്തവർ, സൗകര്യപ്പെടാത്തവർ വിത്ർ മാത്രം അവിടേക്ക് മാറ്റിവെച്ച് ആ സന്ദർഭത്തിൽ പച്ച മലയാളത്തിൽ ഇത് മുഴുവൻ അങ്ങ് പറഞ്ഞു നോക്കുക. നമ്മൾ അങ്ങനെ കുറേ അങ്ങ് പറയുമ്പോൾ ഇപ്പോൾ ഉള്ളതുപോലെ അല്ലാത്ത ഒരവസ്ഥ ഈ പ്രാർത്ഥനയിലുണ്ട്, പ്രാർത്ഥനയ്ക്കുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടും. മുഴുവൻ സങ്കടങ്ങളും പറയാം. ഒരിക്കലും ആ പറച്ചിൽ വേസ്റ്റ് ആവില്ല. ഒന്നുകിൽ നമ്മൾ ചോദിച്ചത് കിട്ടും, ഹദീസിൽ വന്നിട്ടുള്ളതാണ്. ഒന്നുകിൽ നമ്മൾ ചോദിച്ചത് കിട്ടും, അല്ലെങ്കിൽ വേറൊരു വിപത്ത് തട്ടിമാറ്റപ്പെടും, അല്ലെങ്കിൽ ഇതൊരു സൽക്കർമ്മമായിട്ട് രേഖപ്പെടുത്തപ്പെടും. ഇങ്ങനെ 3-4 രീതിയിൽ ഉത്തരം ചെയ്യപ്പെടാത്ത ഒരു പ്രാർത്ഥനയുമില്ല എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതായത് ധനികനാകാൻ വേണ്ടി ഒരു പാവപ്പെട്ടവൻ ദ്വാരക്കാണ്, അതിന് തകരാറൊന്നുമില്ല അങ്ങനെ ദ്വാരക്കണീന്. പടച്ചവനെ എന്നെ ധനികനാക്കണേ എന്നാണ് ഇയാളെ ദ്വാ. അള്ളാഹ്ക്കറിയാം ഇവനെ ധനികനാക്കിയാൽ ഇവൻ ആകെ കുളന്തുകൊണ്ടു. അതുകൊണ്ട് അള്ളാഹ് ഇവനെ ധനികനാക്കൂല. പകരം ഇവനൊരു 40-45 വയസ്സാവുമ്പോഴേക്ക് പറ്റ മുഫലിസ ഈ പാപ്പരനായ മനുഷ്യൻ തളർവാദം പിടിപ്പെടണം എന്നാണ് അള്ളാഹ് തീരുമാനിച്ചിട്ടുള്ളത്. അത് അയാൾക്ക് തളർവാദം വരുന്നത് അയാൾക്കൊരു പരീക്ഷണമല്ല, അയാളെ കൊണ്ട് അയാളുടെ ചുറ്റുവട്ടത്തും കുടുംബത്തിലുള്ളവർക്കൊരു പരീക്ഷണം എന്ന നിലക്ക്. അപ്പോൾ ഈ പാപ്പരനായ ഈ പാവപ്പെട്ട ദരിദ്രൻ 40-45 വയസ്സാവുമ്പോൾ തളർവാദം പിടിപെട്ട് കിടക്കണം ഒരു 10 കൊല്ലം എന്ന അള്ളാന്റെ തീരുമാനം അവിടെ അടപ്പാവുമ്പോഴാണ് ഇവിടെ നിന്ന് ധനികനാക്കണേ റബ്ബേ, ധനികനാക്കണേ റബ്ബേ എന്ന് എല്ലാ ദിവസവും ദുആ അങ്ങനെ ചെല്ലണത്. ഈ ദുആയുടെ ഫലം കൊണ്ട് ഈ പാപ്പരനാക്കണം എന്ന അല്ല ഈ തളർവാദം പിടിപെടണം എന്ന തീരുമാനം സ്റ്റേ ചെയ്യപ്പെടും. അതാണ് വിപത്ത് തട്ടിമാറ്റും എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദാഹരണം. ചോദിച്ചത് കിട്ടൂല, ചിലപ്പം ചോദിച്ചത് കിട്ടും, ചിലപ്പം ചോദിച്ചത് കിട്ടൂല, പകരം വേറെ ഒരു വിപത്ത് തട്ടിമാറ്റപ്പെടും. ചിലപ്പോൾ ഇത് രണ്ടും നടക്കൂല, ചോദിച്ചതും കിട്ടൂല, വേറൊരു വിപത്ത് തട്ടിമാറ്റപ്പെട്ടതായിട്ടും നമുക്ക് അനുഭവപ്പെടൂല, പകരം ഒരു സൽക്കർമ്മമായിട്ട് ഇത് രേഖപ്പെടുത്തപ്പെടും. എന്നിട്ട് എന്നോട് തന്നെയാണ് ചോദിക്കേണ്ടത്. ചോദിക്കേണ്ട മട്ടും മര്യാദയൊക്കെ അവനറിയാം, പക്ഷെ ചോദ്യമൊന്നും ഒരു കൊതയൊക്കൊള്ളുന്നില്ല. അതുകൊണ്ട് പരിഗണിക്കാൻ നിർവാഹമില്ല, അങ്ങോട്ട് വരട്ടെ, അപ്പം നമുക്ക് നോക്കാം. ഇതാണ് അള്ളാന്റെ നിലപാട്. അങ്ങനെ അതിന് സൽക്കർമ്മമായിട്ട് രേഖപ്പെടുത്തപ്പെടും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയമൊന്നും വേസ്റ്റ് അല്ല. ആ പ്രാർത്ഥനയിലൂടെ സ്വകാര്യമായി നമ്മുടെ സങ്കടങ്ങളുടെ പൊതി മുഴുവനും അവന്റെ മുമ്പിൽ കെട്ടഴിച്ച് വെക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന സമാധാനവും സന്തോഷവും നിർവൃതിയും ഇഹലോകത്തെ അതിൻ്റെ ഒരു ഫലമാണ്. പ്രാർത്ഥനയിലൂടെ കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ഫലം. അതിന് പുറമെയുള്ളതാണ് ഈ രണ്ടാമത് പറഞ്ഞ കാര്യം. അതുകൊണ്ട് പ്രാർത്ഥന വെറുതെ അല്ല. അപ്പോൾ ദിക്റുകളിലൂടെ, സുന്നത്തിൽ സ്ഥിരപ്പെട്ട സലാത്തുകളിലൂടെയും ദിക്റുകളിലൂടെയും, ഖുർആൻ പാരായണത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, ആത്മീയതയാണ് ജീവിതം ഒഴുക്കെ. ഉദ്ദേശം നന്നായാൽ അള്ളാഹുവിനുള്ള അനുസരണത്തിലാണ് ജീവിതത്തെ കെട്ടിപ്പടുത്തിട്ടുള്ളതെങ്കിൽ നമസ്കാരം പോലെ കൂലി കിട്ടുന്ന കർമ്മം തന്നെയാണ് കച്ചവടവും എന്ന് നമ്മൾ പറയും ഒരർത്ഥത്തിൽ. ആ പറഞ്ഞത് ആ അർത്ഥത്തിൽ ശരിയുമാണ്. മതങ്ങളുടെ ആത്മീയത പോലെയല്ല ഇസ്ലാമിലുള്ളത്. പക്ഷേ അതിനപ്പുറം അള്ളാഹുവിനുള്ള ഈ അനുസരണം ഒരു നിർബന്ധിതാവസ്ഥയിലെ അനുസരണമല്ല. ഇതൊരു രാജാവിനെ പ്രജ അനുസരിക്കുന്നത് പോലെയല്ല. ഇത് നമ്മളുടെ ജീവിതത്തെ മുഴുവനും നമ്മൾ ആശ്രയിച്ച് നിൽക്കുന്ന പ്രപഞ്ചനാഥനും നമ്മളും തമ്മിലുള്ള ആ ഒരു ഉള്ളറിഞ്ഞ സ്നേഹബന്ധത്തിൽ നിന്നുണ്ടായ അനുസരണമാണ്. ആ സ്നേഹബന്ധത്തിന്റെ പ്രകടനത്തിനാണ് സ്വകാര്യതകളിൽ ഇങ്ങനെ കുറച്ച് സംഗതികൾ നമ്മൾ കൂടെ കൊണ്ട് നടക്കണം എന്ന് പറയുന്നത്. അത് ഉണ്ടാകുമ്പോൾ അതിൻ്റെ മാധുര്യം ഒന്ന് വേറെ തന്നെയാണ്. ആ മാധുര്യം വിദഗ്ധകളും തെറ്റായ സൂഫിസത്തിന്റെ വഴികളും സ്വീകരിച്ചുകൊണ്ട് നേടുന്ന ആളുകളെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കാണാൻ കഴിയും. പക്ഷേ ശരിയായ അതിൻ്റെ വഴിയിലൂടെ ഈ മാധുര്യം ആസ്വദിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. അത്തരമൊരു പരിശ്രമത്തിന് പറ്റിയ ഏറ്റവും നല്ല സമയമാണ് റമളാനിലെ, വിശേഷിച്ച് ഇനി വരാനിരിക്കുന്ന വിലപ്പെട്ട നാളുകൾ. ആ അർത്ഥത്തിൽ അള്ളാഹുമായുള്ള ബന്ധം സ്നേഹ ഊഷ്മളമായ ആത്മീയതയുടെ പശിമ കൊണ്ട് വിളക്കിച്ചേർക്കപ്പെട്ട ബന്ധമാക്കി മാറ്റാൻ ഓരോരുത്തരും പരിശ്രമിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഓരോരുത്തരോടും ഉണർത്തിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം നിർവഹിക്കുന്ന എല്ലാ കാര്യങ്ങളെയും നല്ല കാര്യങ്ങളെയും സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം നൽകുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ആതി അൻഫുസനാ തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ അൻത റബ്ബുഹ വ വലിയുഹ വ മൗലാഹ യാ അർഹമർ റഹീമീൻ. اللهم إنا نسألك حبك وحب من يحبك وكل عمل يقربنا إلى حبك
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.